എല്ലാവർക്കും മിസ് യു ടാക്കിലെ സ്വാഗതം. ഇന്ന് എൻ്റെ വണ്ടിയുടെ റീടെസ്റ്റ് വർക്കാണ്. അപ്പോൾ നമ്മൾ റീടെസ്റ്റിന് വേണ്ടി കയറ്റാൻ പോകും വണ്ടി. നമുക്ക് കാണാം. വണ്ടി നമ്മുടെ പെയിൻറ്റിങ്ങിന് വേണ്ടി എല്ലാം അഴിച്ചു വെച്ചേക്കുക. പെയിൻറ്റിങ്ങിന് കയറ്റിയപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ റീടെസ്റ്റിനുള്ള പേപ്പറെല്ലാം റെഡിയാക്കി. ആദ്യം തന്നെ നമ്മൾ ടാക്സ് അടച്ച്, പിന്നെ ഫൈൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഡേറ്റ് കഴിഞ്ഞുകൊണ്ട് ഫൈൻ ഉണ്ടായിരുന്നു. ഫൈനും അടച്ച് 3000 രൂപ ഫൈൻ അടച്ച്, പിന്നെ നമുക്ക് എക്സ്ട്രാ ഫീസ് ഒരു 600 രൂപ അടച്ച്, റിന്യൂവൽ ഫീസ്. പിന്നെ ഫോം 25 നമ്മുടെ RCയുടെ ഇതും പൊല്യൂഷനും ഇൻഷുറൻസും വേണമായിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ തുടങ്ങി. എൻ്റെ ഒരു സുഹൃത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനാണ് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പെയിൻറ്റിങ് വർക്കുകളൊക്കെ നമുക്ക് ചെയ്തു തന്നു. കുറച്ച് പൈസയൊക്കെ നമ്മുടെ സുഹൃത്തായതുകൊണ്ട് മേടിച്ചുള്ളൂ. നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ്, അടിപൊളി വർക്കാണ്. കണ്ണമംഗലത്തുള്ള അജി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്താണ് വർക്ക് ചെയ്യുന്നത്. വണ്ടിയുടെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ സുഹൃത്ത്. അപ്പോൾ അത് അടിപൊളിയായിട്ട് പുള്ളിക്കാരെല്ലാം സെറ്റ് ചെയ്തു. ഫൈനലി നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി ഇറക്കാൻ പോവാം. ഞാനാണെങ്കിൽ റീടെസ്റ്റിന് പോയത് എല്ലാവരും ഏജൻറ്റ് മുഖാന്തരമൊക്കെയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ നേരിട്ട് കൊണ്ടുപോകുമായിരുന്നു വണ്ടി. ഇത് ബാംഗ്ലൂർ RT ഓഫീസാണ്. വണ്ടിയെല്ലാം കാണിച്ച് റെഡിയായി. നമ്മൾ നേരെ സ്റ്റിക്കർ വർക്ക് ഷോപ്പിലേക്ക്. ഇത് മാവേലിക്കരയ്ക്ക് അടുത്തുള്ള കളർ കോഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് ഈ കട കണ്ടുപിടിച്ച് പോയത്. അവിടെ ചെന്നപ്പം അവിടെ 2 നല്ല ചേട്ടന്മാരുണ്ട്, നല്ല സ്നേഹമുള്ള 2 ചേട്ടന്മാർ. അവർ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കാനും കഴിയാത്ത 2 ചേട്ടന്മാരാണ്. അപ്പോൾ അവരുടെ വർക്കെന്ന് പറഞ്ഞാൽ അടിപൊളി വർക്കാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും നമുക്ക് പേരൊക്കെ എന്തോ പേരെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബുക്കിനകത്ത് എഴുതി കൊടുത്താൽ അവരത് ചെയ്തു തരും. അതുപോലെ തന്നെ മറ്റേ നമ്മൾ സ്റ്റിക്കർ എന്തോ ഡിസൈന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസൈൻ അവരെ കാണിച്ചു കൊടുത്താൽ മതി. അവരത് കമ്പ്യൂട്ടറിനകത്ത് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വണ്ടിയെ ചെയ്തു തരും. നല്ല അടിപൊളി വർക്കാണ്. ഞാൻ ആ ചേട്ടന്മാരോട് പറഞ്ഞത് 2 ടയറിന് സ്റ്റിക്കർ ഒട്ടിക്കുക, പിന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരാലയും ഓടക്കുഴലും, പിന്നെ എൻ്റെ വൈഫിൻ്റെ ചിക്കൂസിൻ്റെയും എൻ്റെ മോൻ്റെ വിച്ചൂസിൻ്റെയും പേരെഴുതിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അടിപൊളിയായിട്ടെല്ലാം സ്റ്റിക്കർ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അടിപൊളി സൂപ്പർ വർക്കാണ് ചേട്ടൻ്റെ. പിന്നീട് ആ ചേട്ടൻ ഫ്രീ ആയിട്ട് എനിക്ക് ബാക്കിലും പിന്നെ സൈലൻസറിൻ്റെ സൈഡിലും കണ്ണാടിയിലും സ്റ്റിക്കർ ചെയ്ത് തന്ന്. ചേട്ടന്മാരുടെ വർക്ക് അടിപൊളി വർക്കാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വണ്ടിയെല്ലാം സ്റ്റിക്കറൊക്കെ ചെയ്യണമെങ്കിൽ ചെല്ലണം. മാവേലിക്കരയ്ക്ക് അടുത്തുള്ള കോടതി റോഡിൻ്റെ കിഴക്കേ സൈഡിലായിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. കളർ കോഡ് എന്ന് പറഞ്ഞ കടയാണ്. അപ്പം നല്ല അടിപൊളി വർക്കാണ്. നമ്മുടെ വണ്ടിയുടെ പുതുക്കലായതുകൊണ്ട് നമ്മളിങ്ങനെ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ അത് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വണ്ടിക്ക് ഒരുപാട് മെക്കാനിക്കൽ വർക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു 10 രൂപയുടെ അടുത്ത് ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല കമൻറ്റുകളൊക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.